സ്പേസ് എക്സിന്റെ നിലവിലെ വിശ്വസ്ത വാഹനമായ ഫാൽക്കൺ 9 വികസിപ്പിക്കാൻ ചിലവായത് വെറും $400 മില്യൺ. എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങാണ് സ്റ്റാർഷിപ്പിനായി കമ്പനി ചിലവാക്കുന്നത്. 2025 മാത്രം സ്റ്റാർഷിപ്പിന്റെ ഗവേഷണത്തിനായി $3 ബില്യൺ കമ്പനി മാറ്റിവെച്ചു. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വലിയ തോതിൽ വിക്ഷേപിക്കുക, ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യനെ എത്തിക്കുക, കൂടാതെ ഡാറ്റാ സെന്ററുകൾക്ക് പകരമായി ബഹിരാകാശത്ത് AI കമ്പ്യൂട്ടിംഗ് ഉപഗ്രഹങ്ങൾ വിന്യസിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പൂർണ്ണമായും പുനരുപയോഗിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് സ്റ്റാർഷിപ്പെങ്കിലും ഇതിന്റെ വിജയത്തിന് മുന്നിൽ ഇനിയും കടമ്പകൾ ഏറെയുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ബഹിരാകാശത്ത് വെച്ച് ഒരു സ്റ്റാർഷിപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇന്ധനം മാറ്റുന്ന വിദ്യ ഇനിയും പരീക്ഷിച്ച് തെളിയിക്കേണ്ടതുണ്ട്. ആഴക്കടൽ ദൗത്യങ്ങൾക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. ഒരു സ്റ്റാർഷിപ്പ് വിക്ഷേപിക്കാൻ 244 ടാങ്കർ ലോറി നാച്ചുറൽ ഗ്യാസും ശബ്ദ തരംഗങ്ങൾ നിയന്ത്രിക്കാൻ 10 ലക്ഷം ഗാലൻ വെള്ളവും ആവശ്യമാണ്. ഇത്രയും വലിയ തോതിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഹീറ്റ് ഷീൽഡുകൾ സ്റ്റാർഷിപ്പിന് ആവശ്യമാണ്. കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം സ്റ്റാർഷിപ്പിന്റെ അടുത്ത പരീക്ഷണ വിക്ഷേപണത്തിനുള്ള ഒരുക്കത്തിലാണ് സ്പേസ് എക്സ്. സ്റ്റാർഷിപ്പ് V3 എന്ന ഏറ്റവും പുതിയ പ്രോട്ടോടൈപ്പാണ് ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുക.